യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ രണ്ടാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട അതീവ നിർണായകമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു. കേസിൽ അതിജീവിത കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാഹുൽ അവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതായാണ് പുതിയ വിവരം. ഫെബ്രുവരി 16-നാണ് യുവതി കോടതിയിൽ ഹാജരായി രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. കേസിലെ നിർണായക വഴിത്തിരിവായിരുന്നു ഈ മൊഴി നൽകൽ. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ, അതായത് ഫെബ്രുവരി 17-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വാട്സാപ്പ് കോളിലൂടെയാണ് രാഹുൽ അതിജീവിതയെ വിളിക്കാൻ ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഭയചകിതയായ അതിജീവിത ഈ കോൾ എടുക്കാൻ തയ്യാറായില്ല. ഈ ഫോൺ വിളി തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷവും ഭയാനകമായ സാഹചര്യവും സൃഷ്ടിക്കുന്നുവെന്ന് യുവതി പിന്നീട് മൊഴി നൽകി. അതിജീവിതയെ ബന്ധപ്പെടാനോ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്ന കർശനമായ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചു. യുവതിയുടെ പരാതിക്കൊപ്പം ഫോൺ വിളി തെളിയിക്കുന്ന ഡിജിറ്റൽ രേഖകളും പോലീസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതി ഉത്തരവ് ലംഘിച്ച പ്രതിക്ക് ജാമ്യത്തിൽ തുടരാൻ അർഹതയില്ലെന്നാണ് പോലീസിന്റെ വാദം. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടു. ഈ മാസം 27-ാം തീയതി കോടതിയിൽ എത്തി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. അനുവദിച്ച മുൻകൂർ ജാമ്യം എന്തുകൊണ്ട് റദ്ദാക്കിക്കൂടാ എന്നതിന് വ്യക്തമായ കാരണം ബോധിപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ രാഹുലിന് ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ബംഗളൂരു സ്വദേശിനിയായ 23 വയസ്സുകാരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഗുരുതരമായ ബലാത്സംഗ പരാതിയുമായി രംഗത്തെത്തിയത്. ഡിസംബർ 10-നാണ് ഈ കേസിൽ രാഹുലിന് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം ലഭിച്ചത്. തുടക്കത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനായിരുന്നു യുവതി പരാതി നൽകിയത്. രാഹുൽ ഗാന്ധി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർക്ക് നൽകിയ പരാതി പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. താൻ നേരിട്ടത് വിവരണാതീതമായ ലൈംഗിക അതിക്രമമാണെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി വിശ്വസിപ്പിച്ച ശേഷം ശാരീരികമായി ഉപദ്രവിച്ചും മുറിവേൽപ്പിച്ചുമായിരുന്നു പീഡനമെന്നും അവർ ആരോപിക്കുന്നു. തന്റെ ടെലഗ്രാം നമ്പർ സംഘടിപ്പിച്ചാണ് രാഹുൽ ബന്ധം തുടങ്ങിയതെന്ന് യുവതി പറയുന്നു. നാട്ടിലെത്തിയ തന്നെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന വ്യാജേന സുഹൃത്ത് ഫെന്നി നൈനാന്റെ കാറിൽ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചായിരുന്നു ആദ്യത്തെ അതിക്രമം. യുവതിയുടെ എതിർപ്പുകളെ രാഹുൽ ക്രൂരമായി അവഗണിച്ചുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. ബലാത്സംഗത്തിനിടെ എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ ആവർത്തിച്ച് പറഞ്ഞതായും യുവതി വെളിപ്പെടുത്തി. ക്രൂരമായ പീഡനത്തിനിടെ തനിക്ക് പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും ഉണ്ടായെന്ന് യുവതി പറയുന്നു. കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും രാഹുൽ പിന്മാറിയില്ല. അതിക്രമത്തിന് ശേഷം തന്നെ വിവാഹം കഴിക്കില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതായും യുവതി കൂട്ടിച്ചേർത്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം താൻ മാനസികമായും ശാരീരികമായും തകർന്നുപോയി. ഇതിനിടയിലാണ് വീണ്ടും ഫോണിലൂടെ ബന്ധപ്പെടാനുള്ള ശ്രമം ഉണ്ടായത്. ഇത് തന്നെ നിശബ്ദമാക്കാനാണോ ഭീഷണിപ്പെടുത്താനോ ഉള്ള നീക്കമാണെന്ന് അതിജീവിത ഭയപ്പെടുന്നു. പ്രത്യേക അന്വേഷണ സംഘം കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. ഫോൺ വിളി വിവരങ്ങൾ കോടതിയിൽ നിർണായകമാകും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം 27-ലെ കോടതി നടപടി രാഷ്ട്രീയ കരിയറിലും വലിയ നിർണായകമാകും.